ഒരു പുതിയ സംവിധായകൻ ജിതിൻ കെ ജോസ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ അത് മലയാളിയുടെ ഒരു അഭിമാന സിനിമയായിട്ട് മാറി. എൻ്റെ പ്രിയമുള്ളവർ, ഇത്രയും അടിപൊളി പടം എനിക്ക് വേറൊന്നും പറയാനില്ല. മമ്മൂട്ടി എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഭാരത സിനിമയുടെ ലോക സിനിമയുടെ അതിനായകൻ തന്നിലെ വില്ലനിസം പൂർണ്ണമായിട്ട് പുറത്തേക്ക് എടുത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തകർത്തടിക്കുന്ന ഒരു പടമാണ്, അല്ലാതെ കയറി അടിക്കുന്ന പടമല്ല. വളരെ സബ്റ്റിലായിട്ട് ശാന്തമായിട്ട്, എന്നാൽ എല്ലാ ആസുരഭാവങ്ങളും മുഖത്ത് മാറി മറിയുന്നു. ആ ഒരു കഥാപാത്രമായിട്ട് ജീവിക്കുകയാണ്. ഇതിൻ്റെ അകത്തെ ഏറ്റവും ബിഗ് സല്യൂട്ട് നമ്മുടെ മമ്മൂക്കയ്ക്കാണ്. ഇതിൻ്റെ അകത്ത് വില്ലനായിട്ട് സാധാരണ ഒരു സിനിമ, ഒരു പ്ലോട്ട്, സാധാരണ ഒരു പ്ലോട്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ബ്രില്യൻസ് മാത്രം മമ്മൂക്കയുടെ ഉള്ള ആകുമായിരുന്ന ഒരു സിനിമയെ വേറെ ഒരു വലിയൊരു തലത്തിലേക്ക് ഉയർത്തിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മമ്മൂട്ടിയുടെ തീരുമാനമാണ് ഞാൻ ഇതില് വില്ലനായിട്ട് അഭിനയിക്കാമെന്നുള്ളത്. പിന്നീട് മമ്മൂട്ടിയുടെ ഒരു അഴിഞ്ഞാട്ടം നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെ അഴിഞ്ഞാട്ടം? അതായത് അഭിനയത്തിലുള്ള അഴിഞ്ഞാട്ടം. ആ മുഖത്ത് വിടരുന്ന ആ ഭാവങ്ങള്, ആ ഒരു കഥാപാത്രമായിട്ട്, ആ വില്ലനായിട്ട്, സൈക്കോപാത്തായിട്ട് ആ ഒരു ഇതിലേക്ക് മാറുമ്പോൾ ആ മുഖത്ത് വരുന്ന ഭാവങ്ങൾ അതേപോലെ തന്നെ, അതായത് നമുക്ക് പൂർണ്ണമായിട്ടും വെറുപ്പ് തോന്നുന്ന രീതിയിൽ. അതായത് ആദ്യം മമ്മൂട്ടി കൊലപാതകം നടത്തുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ ഓരോ കൊലപാതകങ്ങളിലേക്ക്, ഓരോ പ്രവൃത്തിയിലേക്ക് നീങ്ങുമ്പോഴത്തേക്കും മനസ്സിലേക്ക് മമ്മൂട്ടിയുടെ വെറുപ്പ് കൂടി വന്നു കഴിഞ്ഞിട്ട് അവസാനം ആ വിനായകൻ മമ്മൂട്ടി അറസ്റ്റ് ചെയ്യുമ്പോൾ മമ്മൂട്ടൊക്കെ ഫാൻസായി എല്ലാവരും ഇരുന്ന് കൈയടിക്കുകയാണ്. അതാണ് ആ സിനിമ. ആ സിനിമയില് ഒരു നായകനില്ല, ഒരു മെഗാസ്റ്റാർ ഇല്ല, മറിച്ച് ആ ഒരു കഥാപാത്രം അതേപോലെ തന്നെ വരച്ചു വെച്ചിരിക്കുന്നു. ഇതിന്റെ രണ്ടാമത്തെ ഏറ്റവും ജിതിൻ കെ ജോസിനോടും മമ്മൂക്കയോടും പറയാനുള്ള ഏറ്റവും വലിയ താങ്ക്സ്, ഇതിൽ വിനായകനെ നായകനായിട്ട് കാസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമാണ്. വേറെ വല്ല നടന്മാരെ, വലിയ സ്റ്റാറുകളെയോ ഇച്ചിരിയെങ്കിലും സ്റ്റാർഡം ഉള്ളവരെ ചെയ്യുന്നതിന് പകരം വിനായകന്റെ കഴിവ് നമുക്കറിയാവുന്നതാണ്. പക്ഷെ അതുക്കും മേലെ ഇവിടെ പണി വെച്ചിருக்கு, വിനായകൻ തന്നിருக்கு. അത് മമ്മൂട്ടിയാണ് അതിന് കാരണം. ഈ വിനായകനെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ മലയാളത്തിന് ഇത്രയും നല്ലൊരു പെർഫോമൻസ് വിനായകനെ കൊടുക്കുവാനായിട്ട്, അതായത് വിനായകൻ മുഖത്തോട് മുഖം മമ്മൂക്കയോട് സംസാരിക്കുവാനും അതുപോലെയുള്ള ഡയലോഗ് ഡെലിവറി ഒക്കെ നടത്തുമ്പോൾ നമുക്കറിയാം വിനായകന്റെ ആ റേഞ്ച് രജനീകാന്തിന്റെ കൂടെയൊക്കെ നടന്നിട്ടുള്ളതാണ്. ആ ചെയ്ത സിനിമയിലൊക്കെ നമുക്കറിയാം ആ ഒരു റേഞ്ചിലുള്ള അഭിനയം. പക്ഷെ അത് അടിപൊളിയായിട്ടുണ്ട്. സിനിമ സൂപ്പർ. സിനിമയുടെ DOP-നെ കുറിച്ച് പറഞ്ഞാലും, ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറഞ്ഞാലും, എഡിറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞാലും വലിയ ഒത്തിരി ഗിമിക്കുകളൊക്കെ ഒന്നുമില്ലാത്തൊരു സിനിമയാണ്. പക്ഷേ അതില് തുടക്കത്തില് കയറി കഴിഞ്ഞാൽ, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവസാനം വരെ ഞാൻ ഫെഡപ്പായി. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ രോമാഞ്ചം ഇപ്പോഴും മാറിയിട്ടില്ല. അത്രയ്ക്ക് ശരിക്കും പറഞ്ഞ മമ്മൂട്ടിനെ അവിടെ വെച്ചൊരു വെടിവെച്ചല്ലോ നോക്കുക. അത്രയ്ക്ക് അതുപോലെ കഥാപാത്രമായി. എഴുന്നേറ്റ് നിന്ന് വിനായകനെ മമ്മൂട്ടി അറസ്റ്റ് ചെയ്തപ്പോൾ കൈയടിക്കേണ്ടി വന്നു. നാഗർകോവിലും തിരുവനന്തപുരവും മാറി മാറി യാത്ര ചെയ്യുന്ന ആ തിരുവനന്തപുരം സ്ലാങ് വളരെ മിതത്വമായിട്ട് ഉപയോഗിക്കുന്ന, വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന മമ്മൂട്ടിയും അതുപോലെയുള്ള കഥാപാത്രങ്ങളൊക്കെയുള്ള അടിപൊളി സിനിമയാണ്. 100% ഞാൻ ഉറപ്പ് തരുന്നു, പോയി കാണാം. ഇത് ഒന്നല്ല, രണ്ടല്ല, 3 പ്രാവശ്യം നമുക്ക് പോയി കണ്ടാലും നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഇത് കളങ്കാവൽ കേരളത്തിന്റെ മമ്മൂക്കയുടെ സിനിമയാണ്. ഇത് മറ്റൊരു വടക്കം വീരഗാഥ പോലെ ശരിക്കും ചരിത്ര താളുകളിൽ എഴുതിപ്പെടേണ്ടി വരുന്ന ഒരു സിനിമകളിൽ ഒന്നായിരിക്കുമെന്നുള്ള ഒരു തർക്കവുമില്ല. Thanks to Mammuka, thanks to D Company, thanks to the director. It was a wonderful cinema. So I prefer that movie. I always say that just go and watch it and enjoy it. Thank you so much.